ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അനഘ എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അനഘ, യഥാർത്ഥ പേരല്ല. എനിക്കിപ്പോൾ 25 വയസ്സുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ കുറച്ച് വർഷം മുമ്പ് മരിച്ചു പോയതാണ്. അമ്മ എന്നെ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തിയത്. അമ്മയുടെ അമ്മയും കൂടെ ഉണ്ട്. ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലാണ് താമസം. അവിടെ ചെറിയൊരു വീടും കുറച്ച് വസ്തുവുമുണ്ട്. പക്ഷേ എൻ്റെ അമ്മയുടെ അമ്മയ്ക്കും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലും സ്വത്തോ മറ്റോ ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. അമ്മയുടെ സൗന്ദര്യം കണ്ട് അച്ഛൻ കല്യാണം കഴിച്ചതാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ എല്ലാവരും സൈലൻ്റാണ്. അമ്മയും അച്ഛനും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ അമ്മയുടെ അമ്മയും വഴക്കും വക്കാണോ ഒന്നും ഉണ്ടാക്കുന്ന ആളല്ല. എല്ലാം സൈലൻ്റായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ അച്ഛൻ ഇത്തിരി ഭക്ഷണപ്രിയനാണ്. എല്ലുമുറി അധ്വാനിക്കും. പുള്ളി വരുമ്പോഴേക്കും പലതരത്തിലുള്ള പല ഭക്ഷ്യവസ്തുക്കളും ഉണ്ടാക്കി വെക്കണം. അതുകൊണ്ട് അവർ രണ്ടുപേരും എപ്പോഴും അടുക്കളയിലാണ്. ഭർത്താവ് വരുമ്പോൾ അമ്മ ഇഷ്ടത്തോടു കൂടി എല്ലാം വിളമ്പി കൊടുക്കുകയും ചെയ്യും. ഓവറായിട്ടുള്ള സ്നേഹപ്രകടനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. ഇങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സാധാരണ ഒരു ജീവിതം. അമ്മ ഒരു ജോലിയും ചെയ്ത് ശീലിച്ചതായിട്ട് എനിക്കറിയില്ല. പഴയ 10ാം ക്ലാസ് മാത്രമാണ്. അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു വീട്ടമ്മ. എനിക്ക് അത്ര മാത്രമേ അറിയൂ. പക്ഷേ അച്ഛൻ മരിച്ച് ഒരു 2 മാസത്തോളം അമ്മ വളരെ ദുഃഖിതയായിരുന്നു. അത് കഴിഞ്ഞതിൽ പിന്നെ എപ്പോഴും ഫോൺ ചെയ്യലാണ്. ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്യും. നേരത്തെ അങ്ങനെയൊന്നും ഫോൺ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരു ദിവസം അമ്മ എന്നോട് പറഞ്ഞു, എടി എനിക്ക് ഒരു ജോലി കിട്ടി കേട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവളാണ് ശരിയാക്കി തന്നത്. ഞാൻ ചോദിച്ചു എവിടെയാണെന്ന്. അത് ഒരു തയ്യൽ സ്ഥാപനത്തിലാണ്. അതിന് അമ്മയ്ക്ക് തയ്ക്കാൻ അറിയാമോ? അമ്മ ഇവിടെ ഒരു ബട്ടൺസ് പോലും തുന്നുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. ആദ്യം പിന്നെ അവൾ പഠിപ്പിച്ചോളും. ഇപ്പം ആദ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചെടുത്താൽ മതി. എനിക്ക് ഇത്തിരി തുക കിട്ടണം. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം. അല്ലാതെ എന്താ ചെയ്യുക അല്ലേ അമ്മയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയും തല കുലുക്കി. രാവിലെ 8 മണിയാകുമ്പോൾ ബാഗും തൂക്കി അമ്മ വീട്ടിൽ നിന്നിറങ്ങും. പിന്നീട് വരുന്നത് ഏകദേശം ഒരു 10 മണിയാകുമ്പോഴാണ്. ഞാൻ ചോദിച്ചപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. ഞാൻ അവിടെങ്ങും പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. പിന്നീട് +2 പഠിക്കുന്ന ഒരു സമയത്ത്, മാഡം, അന്ന് ഞാൻ കാണിച്ചത് തെറ്റാണ്. ഞാനും ഒരു കൂട്ടുകാരിയും കൂടെ ഈ ഒരു സ്ഥലത്തേക്ക് പോയി. അത് വേറൊന്നിനുമല്ല, അവളുടെ ഒരു കാമുകനെ കാണാൻ വേണ്ടിയിട്ട് അവൾ എന്നെ വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു വരില്ല, എൻ്റെ അമ്മ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ ഒത്തിരി നിരുത്സാഹപ്പെടുത്തി. പക്ഷെ അവൾ പറഞ്ഞു, നീ വന്നേ പറ്റുള്ളൂ, അമ്മ കാണുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ ഒരു ധൈര്യത്തിന് ഞാനും കയറിപ്പോയി. മാഡം, അവിടെ ചെന്നു. അത് സാമാന്യ നല്ലൊരു സിറ്റിയാണ്. അമ്മ എവിടെ വർക്ക് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, അമ്മ ഒരു കടയുടെ പേര് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ പേര് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെ ഒരു കട ഇവിടെ ഇല്ല. കാര്യം എനിക്കറിയാം, ഞാൻ ഒത്തിരി വട്ടം ഇവിടെ വന്നിട്ടുള്ളതാണ്. ഇവിടെ അങ്ങനെ ബൊട്ടിക്കുകളോ അല്ലെങ്കിൽ തയ്യൽ സ്ഥാപനങ്ങളോ ഒന്നും അധികമായിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്കറിയില്ല, ഒരു വീടിനോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നതാണെന്നാണ് അമ്മ പറഞ്ഞത്, ഉള്ളിലെങ്ങാണമായിരിക്കും എന്ന് പറഞ്ഞു. എന്തായാലും അന്ന് ഞാനും അവളും കൂടെ പോയി. മാഡം, അവളുടെ കൂടെ ഒക്കെ ഞാൻ കുറച്ചു നേരം നിന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറി. ഇങ്ങോട്ട് വന്നപ്പോഴുണ്ട് എൻ്റെ അമ്മ വഴിയിൽ ഒരുത്തിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഭാഗ്യത്തിന് അവിടെ വന്നപ്പോൾ വണ്ടി ഇത്തിരി സ്ലോ ആയി. നോക്കിക്കഴിഞ്ഞപ്പോഴുണ്ട് അമ്മ അയാളുടെ കൂടെ കാറിൽ മുൻ സീറ്റിൽ കയറി. പെട്ടെന്ന് കാറ് പോയി. അതും കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബസ് അവിടുന്ന് സ്റ്റക്ക് മാറി മുന്നോട്ട് പോയത്. എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ അമ്മ നന്നായി മേക്കപ്പ് ഇട്ടിരുന്നു. ചുണ്ടിൽ നല്ല ചായം അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ പോലും വീട്ടിൽ വരുമ്പോൾ അങ്ങനെയൊന്ന് ഞാൻ കണ്ടിട്ടില്ല. അമ്മയുടെ കൈകളിൽ എപ്പോഴെങ്കിലും മേക്കപ്പ് വസ്തുക്കളോ ബാഗിൽ ലിപ്സ്റ്റിക്കോ ഞാൻ കണ്ടിട്ടില്ല. മാഡം, എനിക്ക് ആകെ കൂടി വല്ലാത്തൊരു ഷോക്കായിപ്പോയി. അമ്മ തെറ്റായ എന്തോ വഴി പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കത് മനസ്സിലാക്കാനുള്ള പ്രായമുണ്ടല്ലോ. പക്ഷേ എൻ്റെ കൂട്ടുകാരിതൊന്നും കാണാതെ അറിയാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. എൻ്റെ അമ്മയെ അവൾക്കും അറിയാം. ഭാഗ്യത്തിന് അവൾ കണ്ടില്ല. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. കാര്യം, ഞാൻ അവളുടെ കാമുകനെ കാണാൻ ചെന്നല്ലോ അവളുടെ കൂടെ. അവനത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇനി തന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അവൾ തനിയെ കാമുകനെയും കൊണ്ട് കറങ്ങാൻ തുടങ്ങി. എപ്പോഴും കാമുകൻ വിളിക്കുന്നത് അമ്മ ജോലി ചെയ്യുന്ന ആ സിറ്റിയിലാണ്. ഒരു ദിവസം അവൾ എന്നോട് വന്ന് പറഞ്ഞു, നിൻ്റെ അമ്മയെ ഞാൻ കണ്ടിരുന്നു. നിൻ്റെ അമ്മ ബ്യൂട്ടീഷ്യനാണോ, ബ്യൂട്ടി പാർലറാണോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, അവിടെ ബ്യൂട്ടി പാർലറും കാണുമെന്ന്. അല്ല, സ്കൂളിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ടല്ലോ, ആ സമയത്ത് ഇങ്ങനെയല്ല. പക്ഷേ
നല്ല രീതിയിൽ ഒരുങ്ങിയാണ് നിൻ്റെ അമ്മ നടക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ജോലിക്ക് ചെല്ലുമ്പോൾ ഒരുങ്ങായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവളിനോട് ചോദിച്ചു, നീ ഇതുവരെയും നിൻ്റെ അമ്മയുടെ ജോലി സ്ഥലം കണ്ടിട്ടില്ലേ, അവിടെ പോയിട്ടില്ലേ, നിന്നെ കൊണ്ടുപോയിട്ടില്ലേ എന്നൊക്കെ അവൾ മാല പോലെ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അതിലെന്തോ ഒരു ദുരൂഹതയില്ലെന്ന് നിനക്ക് തോന്നിയിട്ടില്ലേ? ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ തോന്നുന്നു, അന്നൊന്നും തോന്നിട്ടില്ല. അമ്മ ജോലി ചെയ്യുന്നിടം ഞാൻ എന്തിനാ കാണുന്നേ? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. ഞാൻ നല്ലവളാണെന്ന് പറയുന്നില്ല. ചെറുപ്പത്തിൽ തന്നെ എനിക്ക് എൻ്റെ അച്ഛനിൽ നിന്ന് ആവശ്യമില്ലാത്ത കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. അന്ന് എനിക്കത് അറിയില്ലായിരുന്നു. അച്ഛൻ്റെ വാത്സല്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നീട് എനിക്ക് മനസ്സിലായി അച്ഛനെന്ന് പറയുന്ന ആൾ അങ്ങനെയൊന്നും പാടില്ലാത്ത പ്രവൃത്തിയാണ് ചെയ്തതെന്ന്. എങ്കിലും എനിക്ക് അച്ഛനോട് ഇപ്പോഴും വിരോധമില്ല. അദ്ദേഹം ഞങ്ങളെ വിട്ടു പോയല്ലോ എന്നവൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ എന്ത് ഇതൊക്കെ എന്നോട് പറഞ്ഞത്? ഞാൻ നിന്നോട് പറയാം. നിൻ്റെ അമ്മ ഈ പറയുന്ന പണിക്കൊന്നും അല്ല പോകുന്നത്. അവർ ഒരു ഡാഷാണെന്ന് പറഞ്ഞ് ആ വേട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നാണക്കേട് കൊണ്ട് മുഖം കുനിക്കേണ്ടി വന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിനക്കെങ്ങനെ അറിയാം? എടി, എൻ്റെ കാമുകൻ ടൗണിനോട് ചേർന്ന് തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങേർക്ക് എല്ലാവരെയും അറിയാം. നിൻ്റെ അമ്മയെ കാണിച്ചു കൊടുത്തപ്പോഴേക്കും പുള്ളി അത് കണ്ടുപിടിച്ചു. നിൻ്റെ അമ്മ ശരിക്കും പോകുന്നത് ഒരു വീട്ടിലേക്കാണ്. ആ വീട്ടിൽ ബ്യൂട്ടീഷ്യൻ ചമഞ്ഞിരിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് പറഞ്ഞതുപോലെ ചെറിയൊരു ബ്യൂട്ടി പാർലറും ഒരു ടൈലറിംഗ് ഷോപ്പും അവിടെയുണ്ട്. ഒരു പ്രായമായ സ്ത്രീ ഇരുന്ന് അവിടെ തയ്ക്കുന്നുണ്ട്. പക്ഷേ പുറത്തു നിന്നുള്ളവരുടെ ഒന്നും വസ്ത്രങ്ങൾ അവിടെ വാങ്ങിക്കുന്നുമില്ല. ഒരു ബ്യൂട്ടി പാർലർ സെറ്റപ്പ് ആ വീട്ടിലെ മുറിയിലുണ്ട്. പക്ഷേ അവിടെ പുറത്തു നിന്നുള്ള എല്ലാവരെയും പ്രവേശിപ്പിക്കാറില്ല. അങ്ങനെയുള്ള ബിസിനസ്സും അവിടെ നടക്കുന്നില്ല. ഞാൻ ചോദിച്ചു, നീ എന്തൊക്കെയാണ് പറഞ്ഞത്? എടി, ശരിക്കും ഒരു ബ്യൂട്ടി പാർലറും ടൈലറിംഗ് ഷോപ്പും ആ ചേച്ചിക്ക് അവിടെ ഉണ്ടെന്നുള്ള വ്യാജന ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ 1-2 പേരെ ഇരുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഈ തൊഴിലിൽ താല്പര്യമുള്ള പെണ്ണുങ്ങൾ അവിടെ ചെല്ലും. അപ്പോഴേക്കും ചേച്ചി അവിടെ അവരുടെ വാക്സിങ്ങും ക്ലീനിങ്ങും ഒക്കെ നടത്തി മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് മേക്കപ്പും ഇട്ട് പുട്ടിയും ഇട്ട് ലിപ്സ്റ്റിക്കും ഇട്ട് ഓരോരുത്തരെയായിട്ട് റെഡിയാക്കും. അത് കഴിയുമ്പോൾ അന്നന്ന് ഉള്ള കസ്റ്റമേഴ്സിനെ അവർ വിളിക്കും. എന്നിട്ട് ഇവിടേക്ക് വരില്ല കസ്റ്റമേഴ്സൊന്നും. ഇതിപ്പം സിറ്റിയോട് ചേർന്നാണല്ലോ. ഈ വീട്ടിൽ നിന്ന് മേക്കപ്പ് കഴിഞ്ഞ് അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ കഴിഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ് എന്നുള്ള രീതിയിൽ പെണ്ണുങ്ങൾ ഭാഗ്യമെടുത്ത് ഇറങ്ങിപ്പോകും. അപ്പോൾ ഈ സിറ്റി തുടങ്ങുന്ന റോഡിന് സൈഡിലില്ലേ കാറുകൾ പാർക്ക് ചെയ്തിരിക്കും. കസ്റ്റമേഴ്സ് അവിടെ വെയിറ്റ് ചെയ്യും. ഇവർ പോയി അതിൽ കയറിപ്പോവുകയും ചെയ്യും. കണ്ടു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയെ ബ്യൂട്ടി പാർലർ പോയിട്ട് കാത്തു കിടക്കുന്ന പോലെയാണ്. എന്തായാലും അത് നടത്തുന്ന ചേച്ചി ബുദ്ധിമതിയാണ്. ആണുങ്ങളെ അങ്ങോട്ട് അടുപ്പിക്കില്ല. പെണ്ണുങ്ങൾ മാത്രം വന്ന് ഇവിടെ ഒരുങ്ങുന്നു, ബ്യൂട്ടീഷ്യൻ വരുന്നു, തയ്ക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു സെറ്റപ്പ്. ഇവിടെ വന്നിരുന്ന ആ ചേച്ചി കസ്റ്റമേഴ്സിനെല്ലാം റെഡിയാക്കി അവരെ ഒരുക്കി അങ്ങോട്ടങ്ങ് വിടും. അത്രയേ ഉള്ളൂ. ആണുങ്ങൾ ആരും ചേച്ചിയുടെ വീട്ടിലേക്ക് വരില്ല. പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നാട്ടുകാർക്ക് പ്രശ്നമില്ല, സംശയവുമില്ല. ഇനി അതോ സംശയം ഉണ്ടെങ്കിലും തെളിയിക്കാൻ തക്ക ആധാരങ്ങളൊന്നുമില്ല. ചേച്ചിക്ക് ഉന്നതങ്ങളിലാണ് പിടിപാട്. അപ്പോൾ ചേച്ചി ഓരോരുത്തരെ പറഞ്ഞു വിടും. ചേച്ചിക്ക് അതിന് കമ്മീഷനും കിട്ടും. പോകുന്നവർക്ക് കൈ നിറയും മറ്റ് പലതും നിറയെ കിട്ടും മോളെ. അങ്ങനെയാണ് കാര്യങ്ങൾ എന്നാണ് എൻ്റെ കാമുകൻ പറഞ്ഞത്. അത് കേട്ട് ഞാനും ശരിക്കും ഞെട്ടിപ്പോയി. എടി, ഇതൊക്കെ ഉള്ളതാണോ? പിന്നുള്ളതല്ലാതെ. എന്തായാലും നിൻ്റെ അമ്മ അവർ സൂപ്പറാണ്. നിന്നെ ഇത്രയും വർഷം പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. രാവിലെ പോകും, എവിടെയാ തുണി തയ്ക്കാൻ. എന്നിട്ട് നിൻ്റെ അമ്മ നിനക്ക് എന്ത് തുണിയാണ് തയ്ച്ചു തന്നത്? എനിക്കൊന്നും തന്നില്ല. നിൻ്റെ അമ്മ ഒരു മെഷീനെങ്കിലും വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ നീ എന്ത് പൊട്ടിയാണ്? നീ എന്താ ചോദിക്കാത്തത്? അത് പിന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് അമ്മയിലെ വരുമാനമൊക്കെ കൊണ്ടുവരുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് നല്ല ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ അവളോട് ചോദിച്ചു, എടി, അമ്മയ്ക്ക് 40 വയസ്സൊക്കെ ആകാറായല്ലോ. അപ്പോൾ ശരിക്കും അമ്മ പ്രായമുള്ള സ്ത്രീയല്ലേ? അപ്പോൾ അമ്മയ്ക്കൊക്കെ ഡിമാൻഡുണ്ടോ? സാധാരണ നമ്മളെപ്പോലൊക്കെ ഉള്ള പെണ്ണുങ്ങളല്ലേ, ചെറുപ്പക്കാർക്കല്ലേ എടി ഡിമാൻഡ്. അത് കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു. എടി, 90 വയസ്സുള്ള പെണ്ണുങ്ങൾക്ക് വരെ ഇവിടെ ഡിമാൻഡാണ്. പിന്നെ നിൻ്റെ അമ്മ സുന്ദരിയാണ്. അവരൊരുങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ഒരു കുടുംബം നടത്താനുള്ള കാര്യങ്ങൾ കിട്ടും. അത് ആ ചേച്ചി ചെയ്തു കൊടുക്കുകയും ചെയ്യും. കാര്യം അവർ കരുണയുള്ളൊരു സ്ത്രീയാണ്. ഇതാണോടി കരുണ എന്ന് ഞാൻ ചോദിച്ചപ്പോഴേക്കും അവൾ എന്നോട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊരു കരുണയാണ്. നിൻ്റെ അമ്മയ്ക്കൊരു ജോലി കിട്ടിയില്ലേ എന്ന്. അവളുടെ കളിയാക്കലുകൾ ശരിക്കും എനിക്ക് മനസ്സ് വിഷമിപ്പിക്കുന്നതായിരുന്നു. എങ്കിലും അവൾ ആ രഹസ്യം ആരോട് പറഞ്ഞില്ല. എനിക്ക് അമ്മയോടും അമ്മമ്മയോടും ചോദിക്കാൻ വലിയ പ്രയാസമായിരുന്നു. ഒരു ദിവസം ഞാൻ ഇത് ചോദിച്ചു, ഇങ്ങനെയുണ്ടോയെന്ന്. അമ്മമ്മ എപ്പോൾ എൻ്റെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മോൾ അറിഞ്ഞത് ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. അതിപ്പോൾ എന്ത് ചെയ്യാനാണ്? നിനക്ക് ജോലി ചെയ്യാനുള്ള പ്രായമായില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യാൻ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കൂ, നല്ല പണമുള്ള ജോലി. അപ്പോൾ എല്ലാം ശരിയാകും. അതുവരെ അമ്മ കൊണ്ടുവന്നുകൊണ്ട് വേണം നമുക്ക് കഴിയാൻ.
അതുകൊണ്ട് തൽക്കാലം നീ അവളോടൊന്നും ചോദിക്കണ്ട, അറിഞ്ഞ ഭാവം നടിക്കണ്ട. ജീവിതം നല്ല രീതിയിൽ ജീവിക്കാൻ പല കുതന്ത്രങ്ങളും നമുക്കെടുത്ത് പ്രയോഗിക്കേണ്ടി വരും. അല്ലാതെ 10ാം ക്ലാസ് വരെ പഠിച്ച നിന്റെ അമ്മയ്ക്ക് എന്ത് നല്ല ജോലി കിട്ടാനാണ്? പക്ഷേ അവൾക്ക് സൗന്ദര്യമുണ്ട്, സൗന്ദര്യം വിറ്റ് അവൾ ജീവിക്കുന്നു എന്ന് അമ്മമ്മ എന്നോട് പറഞ്ഞു. അമ്മമ്മയെ അറിഞ്ഞുകൊണ്ടാണ് എല്ലാം നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല മാഡം. എനിക്ക് അമ്മയുടെ കാര്യം പുറത്ത് വലിയൊരു വിങ്ങൽ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പഠിച്ചു. അമ്മ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് പോകുന്നുണ്ടായിരുന്നു. ഒരിക്കലും ഒരു ദിവസം പോലും അടങ്ങിയിരുന്നില്ല. വീട് സുഭിക്ഷമായിരുന്നു മാഡം. പിന്നീട് ഞാൻ PG കഴിഞ്ഞു. ആ സമയത്ത് ജോലിക്ക് വന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, വേണ്ട, ജോലി പിന്നീട്, നിൻ്റെ ഭർത്താവ് സമ്മതിക്കുകയാണെങ്കിൽ ജോലിക്ക് പോയാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ലല്ലോ, അതൊക്കെ ഇപ്പോൾ ഉണ്ടാകും. ഞാൻ നല്ലൊരു ചെക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഏത് ചെക്കൻ? അത് ഞാൻ അവനെ കണ്ടിട്ടില്ല, എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവൾ പറഞ്ഞു അവളുടെ ബന്ധത്തിൽ നല്ലൊരു ചെക്കൻ ഉണ്ടെന്ന്. ഞാനിപ്പോൾ മനസ്സിലോർത്തു, കൂട്ടുകാരി ഇതുപോലെ ആയിരിക്കുമല്ലോ, ആ ബന്ധത്തിൽപ്പെട്ട ചെക്കൻ എൻ്റെ ഭർത്താവ് എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. എങ്കിലും വരുന്നത് വരട്ടെ, കാണാമെന്ന് വിചാരിച്ചു. ചെക്കനല്ലേ, എന്തായാലും ഭീകരജീവിയൊന്നും അല്ലല്ലോ. അങ്ങനെ ആദ്യം എന്നെ ഒരു ചെക്കൻ കാണാൻ വന്നു മാഡം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാര്യം നല്ല സുന്ദരൻ. ആ സമയത്ത് അമ്മയുടെ ഹിസ്റ്ററിയും അമ്മയുടെ കൂട്ടുകാരുടെ ഹിസ്റ്ററിയും ഒക്കെ ഞാനങ്ങ് മറന്നുപോയി. അയാളുടെ സൗന്ദര്യവും ജോലിയും ഒക്കെ കണ്ട് ഞാൻ ഭ്രമിച്ചു പോയി മാഡം. പെട്ടെന്നാണ് എൻ്റെ മനസ്സിൽ ടെസ്റ്റുകൾ ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യവും ശരീരവും സ്വഭാവവും ഒക്കെ എനിക്ക് നന്നായി തോന്നി. ആ കുടുംബത്തെയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പക്ഷേ അമ്മയുടെ ഹിസ്റ്ററിയോ അമ്മയുടെ കൂട്ടുകാരുടെ ഹിസ്റ്ററിയോ ഒന്നും ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ ആ വിവാഹം കുറച്ച് കാലതാമസം എടുത്തെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ജോലിയുടെ കാര്യം മൂലമാണ്. അങ്ങനെ അതങ്ങ് നടന്നു മാഡം. എനിക്ക് സന്തോഷം തന്നെയായിരുന്നു. ഇത്രയും സുന്ദരനായ ഒരു ഭർത്താവ്, എന്നെ മോഹിക്കുന്ന ഭർത്താവ്, അതും കുറച്ചൊക്കെ സൈലൻ്റാണ്. എന്നാലോ രാത്രിയാകുമ്പോൾ അദ്ദേഹം ഒരു ഈറ്റപ്പുലിയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ രീതികളും ഇഷ്ടമായിരുന്നു. എന്നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങൾ സ്നേഹപൂർവ്വമുള്ള ഒരു ഉത്സവം തന്നെയായിരുന്നു എനിക്ക്. ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങോട്ട് പല കാര്യങ്ങൾക്ക് ശ്രമിക്കും. അപ്പോഴൊക്കെ എൻ്റെ ഭർത്താവ് പറയും, തൽക്കാലം മോള് ഇപ്പോൾ എനിക്ക് വേണ്ടി ഒരു കാര്യത്തിന് മുതിരണ്ട, അതൊക്കെ ഒരു വർഷം കഴിയട്ടെ, അതുവരെ മോൾക്ക് എൻ്റെ സ്നേഹം മാത്രം എന്ന് പറഞ്ഞ് ഒരു കാര്യത്തിൽ എന്നെ നിർബന്ധിക്കില്ല. എല്ലാത്തിൽ നിന്നും എന്നെ ഒഴിവാക്കി നിർത്തും. നിനക്ക് വേണ്ടി ഞാനുണ്ടല്ലോ, നീ എനിക്ക് വേണ്ടി ഒന്നും അധ്വാനിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയും. അതൊക്കെ കേൾക്കുമ്പോൾ തരളിതയായി ഞാൻ താമരപ്പൂ വിരിയുന്ന പോലെ അങ്ങ് പോത്ത് നാണിക്കും മാഡം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു മാഡം. 8 മാസത്തോളം യാതൊരു പ്രശ്നവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. കുട്ടികൾ 2 വർഷം കഴിഞ്ഞ് മതിയെന്നായിരുന്നു. അദ്ദേഹത്തിന് നല്ല ഉദ്യോഗമുണ്ട്. അതുമാത്രമല്ല വീട്ടിൽ അമ്മായിച്ചനും അമ്മായിയമ്മയൊക്കെ നല്ല സ്വഭാവമുള്ളവരാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് മാറാം, അവിടെ നമുക്ക് ക്വാർട്ടേഴ്സ് അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് ഇവിടുത്തെ അമ്മയോട് നിൽക്കുന്ന ഇഷ്ടമെന്ന്. അല്ല, നമുക്ക് പോകാം, എനിക്ക് നിന്നെ പിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല. പലപ്പോഴും ഇനി ഔദ്യോഗികപരമായിട്ട് പല സ്ഥലത്തും പോകേണ്ടി വരും, അതുകൊണ്ടാണ് പ്ലീസ് എന്ന് പറഞ്ഞു. ഇവിടുത്തെ അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല. കാര്യം മകൾ തൊട്ടടുത്ത് കല്യാണമൊക്കെ കഴിച്ച് താമസിക്കുന്നുണ്ട്, അവരുണ്ടല്ലോ, അതുകൊണ്ട് അവർ സമ്മതം മൂളി. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറാൻ ചെന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ അത് ക്വാർട്ടേഴ്സ് ഒന്നുമല്ല മാഡം, നല്ലൊരു 2 നില വീട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇതാണോ ക്വാർട്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, അത് പിന്നെ ഓഫീസിൽ നിന്ന് തരുന്നത് എന്തായാലും ക്വാർട്ടേഴ്സ് എന്നല്ലേ പറയുന്നത് എന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അമ്മയോടും അമ്മമ്മയോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളിങ്ങനെ പോവുകയാണെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, നല്ലതാ മോളെ, ഭർത്താവിനോട് അങ്ങനെ ജീവിക്കാമല്ലോ, അവൻ പറഞ്ഞത് കേട്ട് നീ അങ്ങ് അടങ്ങി ഒതുങ്ങി ജീവിക്കൂ എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ എല്ലാം റെഡിയായിരുന്നു. പക്ഷേ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കില്ലേ അമ്മയും അമ്മമ്മയും കൂടെ അവിടെ വന്നു. അവർ വെറുതെ കാണാൻ വന്നാണെന്നാണ് വിചാരിച്ചത്. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും രാത്രി അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭർത്താവ് എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇനിയിപ്പോൾ നിങ്ങൾ 2 പേരും കൂടെ ഇവിടെ അങ്ങ് താമസിക്കുക. ഒരു കാര്യം ചെയ്യാം, താഴത്തെ നില നിങ്ങൾ 2 പേരും അങ്ങ് എടുത്തു. 2 ബെഡ്റൂമില്ലേ, മുകളിലൊരു ബെഡ്റൂം ഉണ്ടല്ലോ, അവിടെ ഞങ്ങളങ്ങ് കുടിയേറിയേക്കാം. അത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പം നമ്മുടെ നാട്ടിലെ വീടും തീയും, അതമ്മ വാടകയ്ക്ക് വല്ലതും കൊടുക്കൂ എന്ന് പറയുന്നു. അപ്പം അമ്മ പറഞ്ഞു, വരണോടാ, അത് വേണോ, നിൻ്റെ അമ്മയ്ക്കൊക്കെ ഇഷ്ടമാകുമോ, അവരെ വിട്ട് ഇവിടെ താമസിക്കുന്നു, എന്നിട്ട് ഭാര്യയുടെ അമ്മയും അമ്മമ്മയൊക്കെ വിളിച്ച് ഇവിടെ കൊണ്ടുവരുന്നു. അതൊന്നും അമ്മയ്ക്ക് പ്രശ്നമില്ല. അമ്മയ്ക്ക് സ്വന്തം മോളോടാണ് താല്പര്യം കൂടുതൽ. മോൾ അടുത്തുണ്ടല്ലോ, ഞാനിപ്പോൾ എന്ത് കാണിച്ചാലോ അമ്മയൊന്നും പറയില്ല. ഇത് പിന്നെ
ഇങ്ങനെ പെർമനൻറ്റ് വീടൊന്നുമല്ലല്ലോ, നമ്മുടെ ക്വാർട്ടേഴ്സ് ആണല്ലോ. ഇവിടെ ഉള്ളിടത്തോളം കാലം നമുക്കിവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാം, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് മാറാം അമ്മേ എന്ന് അമ്മമ്മയോട് ചോദിച്ചപ്പോൾ അമ്മമ്മ മാറാമെന്ന് പറയുന്നു. എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ചേട്ടനോട് ചോദിച്ചു, അതെന്താ അങ്ങനെ അവരിവിടെ താമസിപ്പിക്കുന്നത്? അവർ താമസിക്കട്ടെടി, എപ്പോഴും ഇങ്ങനെ ഗ്രാമത്തിൽ താമസിച്ചാൽ മതിയോ? അവരിവിടെ വരട്ടെ. എന്നിട്ട് ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് അമ്മയോട് പറഞ്ഞു, അമ്മേ ഒരു കാര്യം ചെയ്യാം, അമ്മ ജോലിക്ക് പോകുമ്പോൾ ദേ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്താണല്ലോ, രാവിലെ പാസഞ്ചറിന് പോയിട്ട് വൈകിട്ട് പാസഞ്ചറിന് വരാമെന്നും. അമ്മ ഓക്കെ മോനെന്ന്. എന്ത് വലിയ ജോലിയാണ്. എന്തായാലും അമ്മ മിടുക്കിയാണ്. കാര്യം അമ്മ പകൽ സമയത്ത് മാത്രമേ ഹാർഡ് വർക്ക് ചെയ്യൂ, രാത്രിയുള്ള വർക്ക് അമ്മ ഏറ്റെടുക്കില്ല. അതുകൊണ്ട് അമ്മ എല്ലാവരുടെയും മുന്നിൽ ജോലിയുള്ളൊരു സ്ത്രീ എന്നുള്ള നിലയിൽ നിന്നു. ആ നാട്ടിൽ മാത്രമേ അമ്മയെ പലർക്കും വേറെ രീതിയിൽ അറിയുകയുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ ആർക്കും അറിയില്ല. അതൊക്കെ വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ മാഡം? ഞാൻ ഓർക്കുകയാണ്, രാവിലെ ഓരോരുത്തർ ബാഗ് തൂക്കി ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ് പോകുന്നു. അവരെവിടെയാണ് പോകുന്നത്, എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? എല്ലാം ഒരു മൂടുപടം മാത്രമാണ്. ഒന്നും പറയാതെ ഞാൻ ഭർത്താവിനെ അനുകൂലിച്ചു. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മയും എൻ്റെ അമ്മമ്മയും എൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്കൊരു കരുത്താണല്ലോ. അങ്ങനെ അമ്മയോടും താമസിക്കാൻ തുടങ്ങി. അമ്മ രാവിലെ പോകും, വൈകിട്ട് വരും. അമ്മമ്മ പതിവ് പോലെ എന്നെ സഹായിക്കാനുണ്ട്. വീട് പിന്നെയും പഴയതുപോലെ സന്തോഷത്തിലായി. പക്ഷേ മാഡം, പലപ്പോഴും പിന്നീട് എനിക്ക് എൻ്റെ ഭർത്താവും അമ്മയും തമ്മിൽ പല കാര്യങ്ങളും സംസാരിക്കുന്നതായിട്ട് തോന്നി. രഹസ്യ സ്വഭാവമുള്ളത്. ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ അവർ ഉറക്കെ വേറെന്തെങ്കിലും വിഷയം മാറ്റുന്ന പോലെ എനിക്ക് തോന്നാൻ തുടങ്ങി. തോന്നലാണോ അതോ അമ്മയെക്കുറിച്ചുള്ള സംശയം കൊണ്ട് ഭർത്താവിനെയും ചേർത്ത് സംശയിക്കുന്നതാണോ എന്നൊക്കെ ആദ്യം ഞാൻ വിചാരിച്ചു. എൻ്റെ പൊട്ടബുദ്ധിയായിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും കരുതി. പക്ഷേ ഞാൻ അമ്മമ്മയോട് ഇത് ഷെയർ ചെയ്തില്ല. അമ്മമ്മയോട് ഇനി ഒരു കാര്യങ്ങളും ഞാൻ പറയില്ല എന്ന് തീരുമാനമെടുത്തതാണ്. പക്ഷേ പിന്നീട് പലപ്പോഴും എനിക്ക് പല സ്ഥലത്തും വെച്ച് അവർ പലതും കൈമാറുന്നത് കണ്ടു. കണ്ണുകൊണ്ടും അതേപോലെ സംസാരം കൊണ്ടുമൊക്കെ. പക്ഷേ ഹസ്ബൻഡ് എൻ്റെ മുറിയിൽ തന്നെയാണ് കിടക്കുന്നത്. ഒരിക്കലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് എന്തെങ്കിലും കോട്ടം വന്നിട്ടുമില്ല. പക്ഷേ മാഡം, ഇങ്ങനെ സ്നേഹപ്രകടനം നടത്തുമ്പോഴില്ലേ ഞാൻ പലപ്പോഴും മതിമറന്ന് ഉറങ്ങിപ്പോകും. പിന്നീട് ഒരു ദിവസം എന്താണെന്നറിയില്ല, പുറത്ത് മഴയോ മറ്റോ ആണ്, ഭയങ്കരമായിട്ടൊരു ശബ്ദം കേട്ടു. ആ സമയത്ത് ഞാൻ ഞെട്ടി എഴുന്നേൽക്കുമ്പോഴില്ലേ എൻ്റെ ഭർത്താവ് അവിടെയില്ല. അമ്മയെ സംശയമുള്ളതുകൊണ്ട് മുകൾ നിലയിൽ നിന്ന് ഞാൻ താഴേക്ക് അമ്മയുടെ മുറിയിലേക്കാണ് ഓടിയത്. ഞാൻ ചെന്നതും ഭർത്താവ് മുറിയും തുറന്ന് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു. എന്തായാലും ശബ്ദം കേട്ട് കഴിയുമ്പോഴേക്കും ഞാൻ പുറത്തിറങ്ങുമെന്ന് ഹസ്ബൻഡിനറിയാം. അത് കണ്ടതും ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ ഭർത്താവ് ഉടനെ പ്ലേറ്റ് മാറ്റി. എടീ, വലിയൊരു ശബ്ദമുണ്ടായി. അമ്മ എന്നെ ഫോണിൽ വിളിച്ചു. എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അമ്മയുടെ റൂമിൻ്റെ അപ്പുറത്തെ വശത്തെങ്ങാനാണ് കേട്ടത്. ഇനി അടുത്ത വീട്ടിലെങ്ങാനോ ആണോ എന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അമ്മയുടെ നിപ്പും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ അതൊന്നുമല്ലായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. പ്രകൃതി തന്നെ ഈ കാര്യങ്ങൾ എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ശബ്ദം ഉണ്ടാക്കിയത്. എന്താണ് ആ ശബ്ദമെന്ന് ഇന്നും എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ തള്ളി മാറ്റി അകത്തേക്ക് കയറി മാഡം. പക്ഷേ അവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സംഗതി ഊരിയിട്ടിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു പുതപ്പിൻ്റെ മുകളിൽ കിടപ്പുണ്ടായിരുന്നു ഒരു വശത്ത്. അതെനിക്ക് മനസ്സിലായി. ഞാനത് കൈകൊണ്ടെടുത്തു. കാരണം അന്ന് രാത്രി ഫ്രീ ആയിട്ടാണ് ഭർത്താവിൻ്റെ അടുത്ത് വന്നത്. ഞാൻ ചോദിച്ചു, ഇന്ന് എവിടെയെന്ന്? ഉണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ശുദ്ധി ചെയ്തിട്ട് പിന്നീട് ഇട്ടുറങ്ങാമെന്ന്. ഞാൻ പറഞ്ഞ ആ സമയത്തെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉറങ്ങിക്കൂടെ? അതല്ല, അതങ്ങ് ശീലമായി പോയി. അത് ശരിയാണ്, പലപ്പോഴും അദ്ദേഹം എല്ലാം ധരിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല, ശീലമല്ലേ? അവർ രണ്ടുപേരും ഞെട്ടി പിടിക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ആ നിമിഷം ഞാൻ അലറുകയല്ല ചെയ്തത്. എനിക്ക് അവിടെ വേണ്ടത് തെളിവായിരുന്നു. തിളക്കത്തിൽ കാണിക്കില്ലേ, സാറേ സാറേ സാമ്പാറേ എന്ന് പറഞ്ഞതുപോലെ കാവി മുണ്ടുടുത്ത് നിൽക്കുന്ന ഭർത്താവിൻ്റെ മുണ്ടിൽ ഞാൻ ഒറ്റ വലിയങ്ങ് വലിച്ചു. പെട്ടെന്നുണ്ടായ ഷോക്കിൽ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റിയില്ല. അദ്ദേഹം അവിടെ നിൽക്കുന്നു. എല്ലാം എനിക്ക് മനസ്സിലായി. കാര്യം അല്ലെങ്കിൽ അമ്മ പറയും അത് കാറ്റിൽ പറന്നു വന്നാണ്, അല്ലെങ്കിൽ അമ്മയുടേതാണെന്ന് വേണമെങ്കിലും അമ്മ സമർത്ഥിക്കും. ദിഗംബരനായി നിൽക്കുന്ന എൻ്റെ ഭർത്താവും എൻ്റെ കയ്യിലിരിക്കുന്ന വസ്തുവും കൂടിച്ചേരുമ്പോൾ അവിടെ തെളിവുകൾക്ക് വേറൊരു പഞ്ഞവുമില്ല. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ അലറാൻ തുടങ്ങിയത്. അമ്മയും ഭർത്താവും കൂടെ എന്നെ നിയന്ത്രണത്തിലാക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. അന്നാദ്യമായി അമ്മയുടെ ഒരുക്കവും നടത്തവും എല്ലാം ഞാൻ ശരിക്കും എനിക്കറിയാവുന്ന
പച്ചത്തെറിയിൽ അവിടെ അലറിപ്പറഞ്ഞു. അമ്മയ്ക്ക് ഒരു ഭാവഭേദവുമില്ല. എൻ്റെ ഭർത്താവും മിണ്ടരുത് മിണ്ടരുത്, ആൾക്കാർ കേൾക്കുമെന്ന് പറയുകയാണ്. അമ്മ വന്നിട്ട് എടി അതൊക്കെ ജീവിതമാണ്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുകയാണ് മാഡം. ഇവരെല്ലാം പറഞ്ഞത് എനിക്ക് ആദ്യഘട്ടത്തിൽ ഒട്ടും ദഹിച്ചില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മമ്മ അപ്പം തന്നെ സ്വന്തം മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ കാര്യമൊക്കെ അറിയാമെന്നുള്ളത് എൻ്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അമ്മയുടെ കസ്റ്റമേഴ്സിൽ ഒരു മികച്ച ചെറുപ്പക്കാരനായിരുന്നു എൻ്റെ ഭർത്താവ്. നല്ല ഉദ്യോഗം, മറ്റു കാര്യങ്ങളൊക്കെ. ആദ്യം അമ്മയുടെ വെറുമൊരു ഇടപാടുകാരനായിരുന്നു എൻ്റെ ഭർത്താവ്. പിന്നീട് അവർ തമ്മിൽ ഭയങ്കരമായ ഒരു മാനസിക ഐക്യമുണ്ടായി, പ്രണയബദ്ധരായി. അത് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെ കാര്യങ്ങളും മകളുടെ കാര്യങ്ങളും അവളുടെ ഭാവിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ സെൻറ്റിമെൻസിൽ അയാൾ വീണു. മകളെ ഞാൻ കെട്ടിക്കോളാമെന്ന് പറഞ്ഞു. അതിനുള്ള കളമൊക്കെ അമ്മ ഒരുക്കുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കാമുകനാണ് എൻ്റെ ഭർത്താവ്. എൻ്റെ അമ്മമ്മയും അമ്മയും എൻ്റെ ഭർത്താവൊക്കെ പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല, ഇതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം, ഒരാൾക്ക് ഒരാളെന്ന് പറഞ്ഞ് ജീവിക്കാനൊന്നും പറ്റുകയില്ല, നീ അങ്ങ് കണ്ണടച്ചാൽ മതി, എല്ലാ രാത്രിയിലും നിന്നെ ഗവനിച്ചിട്ട് മാത്രമേ ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരികയുള്ളൂ, അമ്മയ്ക്ക് 2ാം സ്ഥാനമാണ്, നിനക്ക് 1ാം സ്ഥാനമാണ്, അമ്മ അല്ലെങ്കിലും ആക്റ്റീവാണല്ലോ, എങ്കിൽ എന്തുകൊണ്ടാണ് അമ്മയുടെ ആക്റ്റീവായ കാര്യങ്ങൾ നിങ്ങൾ നിർത്താത്തത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് പറയണം, അമ്മ നല്ല ക്യാഷ് സമ്പാദിക്കട്ടെ, അമ്മയുടെ ഇഷ്ടമല്ലേ, അമ്മയെ എൻജോയ് ചെയ്യട്ടെ, പ്രേമമാണെന്ന് പറഞ്ഞിട്ട് അമ്മയെ നിയന്ത്രിക്കേണ്ട കാര്യമില്ല, പിന്നെ അമ്മ കൊണ്ടുവന്ന ഈ കാശിലാണ് നീയും നല്ല സുഭിക്ഷമായി കഴിഞ്ഞത്, അതുകൊണ്ട് അമ്മയെ കുറ്റം പറയേണ്ട കാര്യമില്ല, നീ ശീലാവധി ചമഞ്ഞാലും ആരും അംഗീകരിക്കില്ലെന്ന് പറയും, ഞാൻ എത്ര വഴക്കുണ്ടാക്കിയാലും എത്ര പൊട്ടിത്തെറിച്ചാലും അവർക്ക് യാതൊരു കൂസലുമില്ല, അവർക്ക് അവരുടെ ഇഷ്ടം. ഭർത്താവുമായിട്ട് ഞാനിപ്പോൾ മാനസികവുമായിട്ടും മറ്റു രീതിയിലും അകന്നു തന്നെയാണ്. എനിക്ക് ഒത്തിരി വിഷമമുണ്ട് മാഡം, പക്ഷേ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. നീ മര്യാദയ്ക്ക് ഞങ്ങളുടെ വഴിയിൽ വരുമെന്ന് ഞങ്ങൾക്കറിയാം, നിനക്ക് വേറൊരു ഓപ്ഷനുമില്ല, എല്ലാം സാധാരണ രീതിയിലങ്ങ് കണ്ട് രഹസ്യങ്ങൾ മറിച്ച് ജീവിക്കാനാണ് അവർ പറയുന്നത്. ഞാനിപ്പോൾ ഒരുക്കുകയാണ് എന്നും ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതിന് പരിഹാരം എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, അവരെ തിരുത്താൻ പറ്റുമെന്ന് തോന്നാത്തത് കൊണ്ട് നിങ്ങളാണ് മാറേണ്ടത്. നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി കണ്ടുപിടിക്കുക. അവരോട് എതിരിടാനോ വഴക്കുണ്ടാക്കാനോ നടക്കാതെ ഓക്കെ, കുറച്ച് പിണക്കുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ശ്രമിക്കുക. ഒരു ജോലി, നല്ല ജോലി, അത് പണ്ട് നിങ്ങളുടെ സ്വപ്നമായിരുന്നല്ലോ, അല്ലെങ്കിൽ അമ്മ പറഞ്ഞതല്ലേ, അപ്പോൾ അതേപോലെ ശ്രമിച്ച് നല്ലൊരു ജോലി കണ്ടെത്തിയിട്ട് ഈ മാരണത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ നിങ്ങൾ തിരഞ്ഞെടുത്ത് ഈ പാർട്ട്ണർ ഉപേക്ഷിച്ച് നല്ലൊരു ജീവിതം ജീവിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവിതം, ഈ ഒരു വഴിയിലേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമില്ലല്ലോ, അല്ലെങ്കിൽ അവരോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുക. പുറത്ത് ആരും അറിയാതെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. ഭർത്താവ് ആദ്യം എൻ്റെ അടുത്ത് വരുന്നു, ആരതി ഒഴിയുന്നു, പിന്നീട് അമ്മയുടെ അടുത്ത് പോയിട്ട് ദീപാരാധന നടത്തുന്നു എന്നുള്ള രീതിയിൽ എല്ലാം നോർമലായി കരുതി ജീവിക്കുക. അമ്മയുടെ രഹസ്യങ്ങളും ഭർത്താവിൻ്റെ രഹസ്യങ്ങളും നിങ്ങളുടെ രഹസ്യങ്ങളും എല്ലാം ഈ അമ്മമ്മയൊക്കെ സഹിക്കുന്ന പോലെ സഹിച്ച് അങ്ങ് ജീവിക്കുക. അപ്പോൾ സുഖവും സൗകര്യവും പണവും ഒക്കെ ഇഷ്ടം പോലെ കയ്യിലുണ്ട്, ആത്മാഭിമാനം ഇല്ലെന്നേ ഉള്ളൂ. ഇനി അതല്ല, ഇങ്ങനെയുള്ളൊരു പാർട്ണർ എനിക്ക് വേണ്ട, ഇങ്ങനെ പങ്കുവെച്ചുള്ള ജീവിതം എനിക്ക് വേണ്ട, അതുമാത്രമല്ല രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസുള്ള ഈ ഒരു ബന്ധം, ഈ ത്രികോണ ബന്ധം, അമ്മയ്ക്ക് തന്നെ 100 കണക്കിന് പാർട്ട്നേഴ്സുണ്ട്, ഈ ബന്ധത്തിൽ എൻ്റെ ഭർത്താവ് ഉൾപ്പെട്ടിട്ടുണ്ട്, പിന്നെ ഭർത്താവിൻ്റെ കൂടെ ഞാനുമുണ്ട്, എല്ലാം കൂടെ ചേർന്ന് കുളമാകാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് വേറെ ജീവിതം വേണമെങ്കിൽ ആസൂത്രിതമായി അവരെ വെറുപ്പിക്കാതെ നല്ലൊരു ജോലിയൊക്കെ സമ്പാദിച്ച് അവിടുന്ന് രക്ഷപ്പെട്ട് വേറെ ജീവിതം കണ്ടെത്തുക. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. അവരെ തിരുത്തിയെടുക്കുക എന്നുള്ള ഓപ്ഷൻ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല. അത് വല്ല സിനിമയിലെ നടക്കുക.